മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കരുണയും പ്രതാപനും കൂടി പറയുന്നുണ്ടല്ലോ, നീ ആദ്യം നിൻ്റെ ഏട്ടനെ ഇല്ലാതാക്ക്, അതിനുശേഷം നീ വാ, എന്നിട്ട് ഞാൻ നിൻ്റെ കൂടെ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്നിങ്ങനെ പറയുകയാണല്ലോ. അത് കേട്ടുകൊണ്ട് ഉണ്ണി ആകെ ഭയങ്കര വിഷമത്തോടും ദുഃഖഭാരത്തോടും കൂടിയിട്ടാണ് കമലേശ്വരത്തേക്ക് വരുന്നത്. കമലേശ്വരത്തേക്ക് വന്നതും തന്നെ ദുർഗയും മഞ്ജുവും കൂടിയിട്ട് ഉണ്ണിയോട് ഇങ്ങനെ സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ് കേട്ടോ, മോനെ നിന്നെ പോലീസുകാരെന്തെങ്കിലും ചെയ്തോ, നിന്നെ ആരാ ജാമ്യത്തിൽ ഇറക്കിയത്, എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ്. അതേസമയം ഉണ്ണി എല്ലാം പറയുന്നുണ്ട് കേട്ടോ, പിന്നെ മേഘനാഥനും അച്ഛനും കൂടി വന്നിട്ടാണ് എന്നെ ഇറക്കിയതെന്ന് എല്ലാം പറയുന്നുണ്ട്. ഉണ്ണി ആകെ കട്ടക്കലിപ്പിലാണ്. അതേസമയം അവിടേക്ക് കണ്ണനും മഹാലക്ഷ്മിയും കൂടി വരികയാണ് കേട്ടോ. കണ്ണൻ അങ്ങനെ ഉണ്ണിയെ കണ്ടതും ചോദിക്കും, ആ നീ ഇറങ്ങിയോ, എന്താ നിൻ്റെ കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ണനോട് അങ്ങനെ ഉണ്ണിക്ക് തീരാത്ത ദേഷ്യമാണ്. കണ്ണനോട് ചോദിക്കുന്നുണ്ട്, ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് ഉണ്ണി ചോദിക്കുകയാണ് കേട്ടോ. നീ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, അതേപോലെ തന്നെ എൻ്റെ ജോലി സ്ഥാപനത്തിൽ നീ വരണ്ട, കാരണം എന്നെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ അവിടെ പൈസയും ഒരുപാട് സാധനങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫിനാൻസ് ഗ്രൂപ്പ് ഒരിക്കലും തകർക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീ ഇനി മേലിൽ അവിടേക്ക് വരികയോ അതുപോലെ ഈ വീട്ടിൽ തന്നെ നിനക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ആലോചിക്കണം എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴേക്കും ഉണ്ണിക്ക് അങ്ങനെ കലിപ്പിൽ വരികയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കണം. അത് എൻ്റെ ചോദ്യമല്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്യാം, നിനക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളും തന്നിരുന്നു, നീ അത് ദുരുപയോഗം ചെയ്തതാണ്, നിനക്ക് നിന്നെ പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് നീ ഇതങ്ങനെ ചെയ്തത്, നീ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നിങ്ങനെ ചോദിച്ച് ഉണ്ണിയോട് കണ്ണൻ കയർക്കുകയാണ് കേട്ടോ. അതേസമയം ദുർഗ പറയുന്നുണ്ട്, നീ എന്നാലും ഇത്രയ്ക്ക് മാറിപ്പോയില്ല കണ്ണ് ചോരയില്ലാതെ നീ എങ്ങനെ എൻ്റെ മോനോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് കഴിയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ മോൻ ചെയ്ത കൊള്ളരുതായ്മകൾക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദുർഗയും മഞ്ജുവും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ കണ്ണേട്ടനുള്ള പോലെ തന്നെ അവകാശം ഉണ്ണിക്കുമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. നീ അവകാശങ്ങൾ തീർച്ചയാക്കാൻ നിൽക്കേണ്ടതടി, ആദ്യം നീ നിൻ്റെ കാര്യം നോക്കി എന്ന് പറഞ്ഞ് കണ്ണൻ ദേഷ്യത്തോടു കൂടി സംസാരിക്കണം. അതോടുകൂടി അവരോടൊന്നും ദേഷ്യപ്പെട്ടിട്ട് ഉണ്ണി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ദുർഗയും മഞ്ജു ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഉണ്ണി നീ പോകരുത് വിളിക്കുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ ഉണ്ണി അങ്ങനെ നേരെ പോവുകയാണ് മേഘനാഥൻ്റെ അടുത്തേക്കിട്ട്. മേഘനാഥൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാക്കണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം മേഘനാഥൻ ഉണ്ണിയോട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കാരണം അവനെ ഞാൻ എന്തായാലും ഇല്ലാതാക്കും, അല്ലാതെ അവളുടെ അഹങ്കാരം കുറവില്ല, അതുകൊണ്ട് അവനെ നമുക്ക് എന്തായാലും ഇല്ലാതാക്കണം. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അവരെന്തായാലും ശരി വൈദ്യരുടെ അടുത്തേക്ക് പോകട്ടെ, വൈദ്യരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാം എന്നിങ്ങനെ പറയണം. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, അവൻ എന്തായാലും ഇതുവരെ വീൽ ചെയറിലല്ലേ നടന്നിട്ടുള്ളൂ, ഇനി അവനെ പോത്തിൻ്റെ പുറത്താണ് നടക്കുന്നത്, കാലം വരും അവനെ കൊണ്ടുപോകാൻ, അതിൻ്റെ അഹങ്കാരമാണ് അവൻ കാണിക്കുന്നത് എന്നിങ്ങനെ മേഘനാഥൻ ഉണ്ണിയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. നീ വിഷമിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ഉണ്ണി അതും പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരിക്കലും കണ്ണനെയോ മഹാലക്ഷ്മിയോ ഒരിക്കലും അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ്.